നമസ്തേ. വിക്രമാദിത്യ കഥയിലെ ത്യാഗശീലൻ എന്ന കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജാവിൻ്റെ കൊട്ടാരത്തിൽ കാവൽക്കാരനായി നിയമിതനായി ത്യാഗശീലൻ. രാത്രിയിൽ ശ്മശാനഭൂവിൽ നിന്നും ഒരു സ്ത്രീയുടെ ആർത്തനാദം കേട്ട് രാജാവ് അത് എന്തെന്നറിയാൻ ത്യാഗശീലനോട് ആവശ്യപ്പെടുന്നു. ശ്മശാനഭൂവിലെത്തിയ ത്യാഗശീലൻ കാണുന്നത് രാജകീയ ഐശ്വര്യം എന്ന ദേവതയാണ്. ദേവത ത്യാഗശീലനോട് പറയുന്നു, ഈ നാട്ടിൽ രാജകൊട്ടാരത്തിൽ അധർമ്മം കളിയാടുന്നു. തൻ്റെ രാജാവ് 100 വർഷം ഐശ്വര്യത്തോടെ വാണരുളുവാൻ സ്വപുത്രനെ ബലി കഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇത് കേട്ട മാത്രയിൽ ത്യാഗശീലൻ വീട്ടിലേക്ക് ഓടുന്നു. തുടർന്ന് കാണൂ. രാജാവിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി സ്വന്തം പുത്രൻ്റെ കഴുത്തു വെട്ടി ദേവിക്ക് ബലി കൊടുക്കുക എന്നുള്ള രാജകീയ ഐശ്വര്യത്തിൻ്റെ വാക്കുകൾ കേട്ട താമസം ത്യാഗശീലൻ നേരെ സ്വഭവനത്തിലേക്കോടി. ഉറങ്ങിക്കിടന്നിരുന്ന പത്നിയെ വിളിച്ചുണർത്തി സകല വിവരങ്ങളും അവളെ അറിയിച്ചു. കേട്ട താമസം യാതൊരു ശബ്ദവുമുണ്ടാക്കാതെ ധർമ്മശാസ്ത്രനിരതയായ ആ സ്ത്രീ സ്വപുത്രനെ തട്ടി വിളിച്ചുണർത്തി. പക്ഷേ അതോടൊപ്പം അവളുടെ പുത്രിയും ഉണർന്നെഴുന്നേറ്റു. ഗൃഹനായിക സ്വപുത്രനെ നോക്കി പറഞ്ഞു, ഓമന മകനെ, നിന്റെ ശിരസ് ദേവിക്ക് ബലി കഴിക്കുന്നതുകൊണ്ട് പ്രജാവാത്സല്യത്തിൻ്റെ നിറകുടമായ നമ്മുടെ രാജാവിൻ്റെ ജീവൻ രക്ഷപ്പെടും. രാജ്യം സുരക്ഷിതമാകുകയും ചെയ്യും. നീ എന്തു തീരുമാനിക്കുന്നു? തൻ്റെ മാതാവിൻ്റെ ഈ വാക്കുകൾ കേട്ട് ലേശവും ചഞ്ചലഹൃദയനാകാതെ പുത്രൻ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ വാക്കുകളോട് സർവാത്മന യോജിക്കുന്നു. ത്യാഗശീലൻ വീണ്ടും തൻ്റെ പത്നിയോട് പറഞ്ഞു, നീ പൂർണ്ണ സമ്മതത്തോടുകൂടി നമ്മുടെ പുത്രനെ എന്നെ ഏൽപ്പിക്കുന്ന പക്ഷം ഞാൻ അവനെ കൊണ്ടുപോയി നമ്മുടെ രാജാവിന് വേണ്ടി ദേവിക്ക് ബലിയർപ്പിക്കാം. പുത്രനെന്നോ പുത്രിയെന്നോ സഹോദരനെന്നോ ബന്ധുവെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ എന്നുള്ള ചിന്തകളൊന്നും എനിക്ക് ബാധകമല്ല. അങ്ങ് മാത്രമാണ് എൻ്റെ സർവ്വവിധ സുഖക്ഷേമങ്ങൾക്കും ഇരിപ്പിടം. ഭർത്താവിനെ നിരൂപാധികം അനുസരിക്കാത്ത പത്നി എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൾ നരകത്തിൽ നിപതിക്ക തന്നെ ചെയ്യും. ഇവരുടെ ഈ വിധമുള്ള സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന പുത്രൻ പറഞ്ഞു, പ്രിയ പിതാവേ, ഏതൊരു ഭൃത്യൻ തൻ്റെ യജമാനൻ്റെ അഭിലാഷ സാധ്യത്തിനു വേണ്ടി മഹൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുവോ ആ ഭൃത്യൻ സർവദാ അനുഗ്രഹീതനായിരിക്കും. അങ്ങനെയുള്ളവൻ ഇഹലോകത്തിലും പരലോകത്തിലും പുണ്യവാനായി തീരുകയും ചെയ്യും. ഇപ്രകാരമുള്ള സംഭാഷണത്തിന് ശേഷം രാജാവിൻ്റെ ശ്രേയസ്സിനു വേണ്ടി കുമാരനെ ദേവിക്ക് ബലിയർപ്പിക്കാൻ തന്നെ അവർ അവസാനമായി തീരുമാനിച്ചു. അതനുസരിച്ച് അവർ 4 പേരും കൂടി നിശയുടെ 2-ാം യാമത്തിൽ ദേവീക്ഷേത്രത്തിലേക്ക് തിരിച്ചു. രാജാവ് പ്രച്ഛന്ന വേഷത്തിൽ അവരെ രഹസ്യമായി പിന്തുടർന്ന് ചെല്ലുകയും ചെയ്തു. ത്യാഗശീലൻ നേരെ ദേവീ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷം എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു. അല്ലയോ ജഗന്മാതാ, വിശ്വസംരക്ഷിണി, എൻ്റെ മകൻ്റെ ജീവൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ബലിയർപ്പിക്കുന്നതിന് പകരമായി പ്രജാക്ഷേമ നിരതനായ നമ്മുടെ രാജാവ് 100 വർഷം ജീവിച്ചിരിക്കാനുള്ള വരം അവിടുന്ന് കനിഞ്ഞരുളണേ. ഇപ്രകാരം പറഞ്ഞ് അയാൾ ഒറ്റ വെട്ടിന് സ്വപുത്രൻ്റെ ശിരസ് ഗളത്തിൽ നിന്നും വേർപെടുത്തി ദേവീ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. തൻ്റെ അരുമസോദരൻ്റെ ശിരസ് രക്തപ്പുഴയിൽ കുളിച്ചു പിടയുന്നത് കണ്ട പുത്രി താൻ രഹസ്യമായി കൊണ്ടുവന്നിരുന്ന ആയുധമെടുത്ത് ചുഴറ്റി സ്വശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി. പരമദാരുണമായ രംഗം കണ്ട് ദുസ്സഹമായ ശോകത്തോടുകൂടി ത്യാഗശീലൻ്റെ പത്നി സ്വശിരസിൽ ആഞ്ഞുവെട്ടി. അടുത്ത ക്ഷണത്തിൽ അവളുടെ ശിരസും ഗളത്തിൽ നിന്ന് വേർപെട്ടു. തൻ്റെ അരുമക്കുഞ്ഞുങ്ങളുടെയും പ്രിയപത്നിയുടെയും ശിരസുകൾ ഇപ്രകാരം ദേവീ വിഗ്രഹത്തിനു മുമ്പിൽ രക്തത്തിൽ കിടന്ന് പിടയുന്ന ബീഭത്സമായ കാഴ്ച ത്യാഗശീലൻ്റെ ഹൃദയത്തിൽ കഠോരമായ വേദന ഉൽപ്പാദിപ്പിച്ചു. അയാൾ ചിന്തിച്ചു, എൻ്റെ സർവസ്വമായിരുന്ന പ്രിയപത്നിയും മരുമക്കുഞ്ഞുങ്ങളും ദാരുണ മരണമടഞ്ഞതിന് ശേഷം ഞാനിനി ആർക്കു വേണ്ടി രാജകൊട്ടാരത്തിൽ സേവനമനുഷ്ഠിക്കണം? എന്തിനു വേണ്ടി 1 നിമിഷം പോലും ജീവിച്ചിരിക്കണം? വേണ്ട വേണ്ട, അവരുടെ രക്തത്തോടൊപ്പം എൻ്റെ രക്തവും പാനം ചെയ്ത് ദേവി തൃപ്തിയടയട്ടെ.
ഇപ്രകാരം ഒരു ഉന്മത്തനെ പോലെ അലറിക്കൊണ്ട് ത്യാഗശീലനും സ്വയം ഗളച്ഛേദം ചെയ്തു. 4 മനുഷ്യ ശിരസ്സുകളും അവയെ വഹിച്ചിരുന്ന ഉടലുകളും ദേവീ വിഗ്രഹത്തിനു മുമ്പിൽ രക്തത്തിൽ കുളിച്ച് ചിതറിക്കിടന്നു. ആ 4 ദാരുണ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജാവ് അതിയായ പശ്ചാത്താപ ഭാരത്തോടുകൂടി ചിന്തിച്ചു. മഹാപാപിയായ എനിക്ക് വേണ്ടി ഈ ത്യാഗശീലന്റെയും അയാളുടെ പതിദേവത ആരാധികയായ ഭാര്യയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ജീവൻ ആഹൂതി ചെയ്യപ്പെട്ടു. ഞാനാകട്ടെ ഇപ്പോഴും രാജാവായി ഞെളിയുന്നു. ഛേ, എന്തൊരു ജീവിതം! എന്നേക്കാൾ നിർഗഷ്ടനായി ആരാണുള്ളത്? പ്രജാ സംരക്ഷകനായിരിക്കേണ്ട ഞാൻ പ്രജാന്തകനായി മാറിയിരിക്കുന്നു. ഇല്ല ഇല്ല, എൻ്റെ മ്ലേച്ഛ ജഡം ഞെരിച്ചു ഞെരിച്ച് എന്നെ ഇഞ്ചിഞ്ചായി ഹിംസിക്കുന്ന ഈ പാപഭാരം ചുമന്നുകൊണ്ട് ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. ഇത് നിശ്ചയം. ഇപ്രകാരം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് രാജാവ് ഉറയിൽ നിന്നും വാളൂരി ചുഴറ്റിയ ശേഷം സ്വഗളത്തിനു നേർക്ക് വീശി. തൽക്ഷണം ദിവ്യപ്രഭാപൂരിതയായ ദേവി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വലങ്കൈയും കരവാളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അരുളി ചെയ്തു. അല്ലയോ വത്സ, നിന്റെ കർത്തവ്യബോധവും ധൈര്യവും അനിതര സാധാരണം തന്നെ. നാം നിന്നിൽ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു. ഇഷ്ടവരം ചോദിച്ചുകൊള്ളുക. അമ്മേ, തൃപ്പാദഭക്തന് ഒരേ ഒരു വരം മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ കാരണമായി ദുർമരണമടഞ്ഞ ഈ നിരപരാധികൾ 4 പേരെയും അവിടുന്ന് പുനർജീവിപ്പിച്ചു തരണം. അങ്ങനെ ആകട്ടെ. അനന്തരം ദേവി തൻ്റെ തൃക്കരങ്ങളിലൊന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. അതാ ഒരു സുവർണകലശം അന്തരീക്ഷത്തിലൂടെ നീന്തിവന്ന് തൃക്കൈയിലിരിക്കുന്നു. അതിലെ ദിവ്യജലം ദേവി തന്നെ ശിരസ്സുകളിൽ ഓരോന്നിന്മേൽ തളിച്ചു. അടുത്ത ക്ഷണത്തിൽ ഓരോ ശിരസ്സും ഉരുണ്ടുരുണ്ട് അതാതിൻ്റെ ഉടലുമായി ചേർന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അവർ 4 പേരും എഴുന്നേറ്റ് ദേവിയുടെ മുമ്പിൽ കൈകൂപ്പി നിലകൊണ്ടു. അവരെ അനുഗ്രഹിച്ച ശേഷം അടുത്ത ക്ഷണത്തിൽ ദേവി അപ്രത്യക്ഷയാവുകയും ചെയ്തു. രാജാവിൻ്റെ കൃതജ്ഞതയും കൃതാർത്ഥതയും പറയാവതല്ല. അദ്ദേഹം സ്വന്തം സഹോദരനെ എന്ന പോലെ ത്യാഗശീലനെ മാറോടണച്ച് ഗാഠം ആലിംഗനം ചെയ്തു. ആ കാഴ്ച കണ്ട് ത്യാഗശീലൻ്റെ പത്നിയും പുത്രീപുത്രന്മാരും ആനന്ദ ചുടുകണ്ണീർ പൊഴിച്ചു. കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രാജാവ് തൻ്റെ രാജ്യം ത്യാഗശീലന് ദാനം ചെയ്തു. അദ്ദേഹം ദേവിയുടെ അനുഗ്രഹമനുസരിച്ച് സർവ്വവിധ പ്രതാപ ഐശ്വര്യങ്ങളോടും കൂടി പ്രജാക്ഷേമനിരതനായി ചിരകാലം രാജ്യഭരണം നടത്തി. രാജാവാകട്ടെ വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു. തൻ്റെ യജമാനു വേണ്ടി സ്വകുടുംബാംഗങ്ങളെയും സ്വജീവനെ തന്നെയും ബലി കഴിക്കാൻ മടിക്കാതിരുന്ന ഭൃത്യൻ എത്രയ്ക്ക് അനുഗ്രഹീതനാണ്. അതുപോലെ തന്നെ രാജധർമ്മത്തിനും നീതിക്കും വേണ്ടി രാജ്യവും രാജപദവിയുമെല്ലാം പരിത്യജിക്കാൻ തയ്യാറായ രാജാവും. അല്ലയോ പ്രഭോ, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 5 പേരിൽ ഏറ്റവും മഹത്തായ വ്യക്തിവൈശിഷ്ട്യവും ത്യാഗവും ആരുടേതാണെന്ന് അങ്ങ് ചിന്തിച്ചു പറയുമോ? രാജാവിന്റെ വ്യക്തിവൈശിഷ്ട്യവും ത്യാഗവും. എന്തുകൊണ്ട്? ഭൃത്യൻ തന്റെ യജമാനു വേണ്ടി സ്വജീവൻ ത്യജിക്കുകയെന്നത് കേവലം കർത്തവ്യനിർവഹണം മാത്രമാണ്. എന്നാൽ രാജാവാകട്ടെ തന്റെ ഭൃത്യനു വേണ്ടി രാജ്യവും സിംഹാസനവും ത്യജിച്ച് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുകയാണ് ചെയ്തത്. രാജപദവിക്കും പ്രതാപത്തിനും അദ്ദേഹം ഒരു വൈക്കോൽ തുരുമ്പിന്റെ വില മാത്രമാണ് കൽപ്പിച്ചത്. ആ മഹാത്യാഗത്തിനേക്കാൾ ശ്രേഷ്ഠമായ ത്യാഗം എന്താണുള്ളത്? ഈ വാക്കുകൾ കേട്ട ഉടൻ വേതാളം വീണ്ടും ബന്ധന വിമുക്തനായി ചുടലക്കളത്തിലെ മുരുക്കുവൃക്ഷത്തിന്മേൽ മുന്നേപ്പോലെ കയറി തൂങ്ങുകയും ചെയ്തു. സ്വന്തം രാജ്യത്തിനും രാജാവിനും വേണ്ടി തൻ്റെ സ്വപുത്രനെ പോലും ബലി കഴിക്കാൻ തയ്യാറായ ത്യാഗശീലൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വിക്രമാദിത്യ കഥയിലെ പുതിയൊരു കഥയുമായി വരാം. നന്ദി.